അതില്ലേ ഇപ്പൊ കൊഴുവട സീസണല്ല, നമുക്കൊരു കൊഴുവപ്പീരായാലും. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം, കാന്താരിമുളക്, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിട്ട് നന്നായി അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തിട്ട് കൊഴുവയിലേക്ക് നമുക്ക് കുറച്ച് പച്ചമാങ്ങ അല്ലെങ്കിൽ കൊടംപുളി ആയാലും മതിട്ട. അതിലേക്ക് കുറച്ച് വേപ്പില, പിന്നെ അരച്ചരപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. ആ അരപ്പിൽ ഉപ്പ് ചേർത്തിരിക്കുന്ന കാരണം ഇതിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതിട്ടാ വേണമെന്നുണ്ടെങ്കിൽ. ആ അരപ്പ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് വേവിക്കാം. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഒരു 10 മിനിറ്റ് ഒക്കെ മതിട്ട് ഇത് വെന്ത് കിട്ടും. വേവുമ്പോ തന്നെ അതിന്റെ കളറൊക്കെ ചേഞ്ച് ആവും, പിന്നെ നല്ല മണം വന്നു തുടങ്ങും. പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച പറയണ്ട പിന്നെ അതിന്റെ ടേസ്റ്റ്. ഇത്രേ ഉള്ളൂ, നല്ല സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഈ കറി ഉണ്ടെങ്കിലേ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യം വരുന്നില്ല, നല്ല സൂപ്പർ ടേസ്റ്റാ. അപ്പൊ ശരി, നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ഇനിയും ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് ഫോളോ ആക്കി പോയിക്കോ.